ഇന്നലെ KSUവിൻ്റെ 3 നേതാക്കന്മാർ ഗണേശ്, അസ്ലം, അല്ലമീൻ ഇവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തല മൂടിക്കെട്ടി പോലീസ് സ്റ്റേഷൻ മുതൽ കോടതിയും പിന്നീട് ജയിലിലേക്കും കൊണ്ടുവന്നത് പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല. കോടതി തന്നെ ചോദിക്കുകയുണ്ടായി. ഇവിടെ കയ്യാമം വെച്ചും മുഖം മറച്ചും കൊണ്ടുവന്ന് തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയല്ല, മനഃപൂർവ്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രീതിക്ക് വേണ്ടിയാണ്, അവരുടെ അജ്ഞാനുവർത്തികൾ എന്ന നിലയിലാണ് ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് ഈ ക്രമരഹിതമായ നിയമവിരുദ്ധമായ കിരാതമായ നടപടി നടത്തിയിട്ടുള്ളത്. ആ കോടതി തന്നെ ചോദിക്കേണ്ട എന്തിനു വേണ്ടിയാണെന്ന്. കോടതി ഇപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ കുറ്റകരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഈ നടപടി, ഈ കയ്യാമം വെച്ചതും അതുപോലെ തന്നെ മുഖംമൂടി വെച്ചതുമെല്ലാം ചട്ടങ്ങളുടെ ലംഘനമാണ്, നഗ്നമായിട്ടുള്ള ലംഘനമാണ്. കോടതി തന്നെ സുവമോട്ടോ ആ കാര്യത്തിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഇതിന് വിശദീകരിക്കണം. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തുള്ള അന്യായങ്ങളും അനീതികളും വളരെയേറെ പ്രതിഷേധാർഹമാണ്. അത് ഈ സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഫലമായിട്ടാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോലീസിനെ ആയുധമാക്കുന്ന പിണറായി സർക്കാരിൻ്റെ തെറ്റായ പോലീസ് നയത്തിൻ്റെ തുടർച്ചയാണിത്. ഇന്ന് ഞങ്ങൾ നിയമസഭ സമ്മേളിക്കുകയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളിത് ചോദ്യം ചെയ്യും. ഞാൻ ആ 3 കുട്ടികളെയും സന്ദർശിച്ചു. ഞങ്ങൾ DCC പ്രസിഡന്റും മുൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ഈ നിയമവിരുദ്ധമായ നടപടിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുന്നു.